പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ ചർച്ചയാകാമെന്ന് CPM നിലപാടിനെ സ്വാഗതം ചെയ്ത് CPI. TP രാമകൃഷ്ണൻ പറഞ്ഞതാണ് LDFന്റെ ഭാഷ. എക്കാലത്തും ചർച്ചയ്ക്ക് വാതിൽ തുറന്നുവെച്ച പാർട്ടിയാണ് CPI എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പിണറായി വിജയനെതിരെ പരോക്ഷ വിമർശനവും ബിനോയ് വിശ്വം ഉന്നയിച്ചു. ഉപനേതൃ പദവി സംബന്ധിച്ച ചർച്ച കഴിഞ്ഞുവെന്ന് പറയാൻ LDFനകത്ത് ആർക്കും അവകാശമില്ല എന്നായിരുന്നു പ്രതികരണം. LDF കൺവീനർ സഖാവ് TP രാമകൃഷ്ണന്റെ ആ പ്രസ്താവനയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണ മനസ്സാലെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. LDFയുടെ ഭാഷ അതാണ് LDF സംസ്കാരം. TP അതാണ് പറഞ്ഞത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനോട് പൂർണ്ണമായിട്ടുള്ള യോജിപ്പുണ്ട്, ആ അപ്രോച്ചിലുമുണ്ട്. എല്ലാ കാലത്തും ചർച്ചയ്ക്ക് വേണ്ടി പരസ്പര ആദരവോടുകൂടി എല്ലാ വാതിലും തുറന്നു വെച്ച പാർട്ടിയാണ് CPI. ആ സഖാവ് TPക്ക് അറിയാം. TPക്ക് ബോധ്യമുള്ള കാര്യം ഒരിക്കലും ഈ കാര്യം CPI എവിടെയും ആദ്യം പുറത്ത് പറഞ്ഞിട്ടേയില്ല. ആദ്യം പറഞ്ഞത് CPI സംഭാഷണങ്ങളിലാണ്. അത് മെയ് മാസം 7-ാം തീയതിയായിരുന്നു. അതും TPക്ക് അറിയാം. അല്ല, LDFനകത്ത് അങ്ങനെ ഒരു അധ്യായം അടഞ്ഞുവെന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ലല്ലോ. അതാണ് TP പറഞ്ഞത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞതാണ് LDFന്റെ ഭാഷ എന്ന പൂർണ്ണ മനസ്സോടുകൂടി അങ്ങനെ അവകാശമില്ല എന്ന് തള്ളുക. മധു, ഉറപ്പായും അതായത് LDF കൺവീനർ എന്ന നിലയ്ക്ക് ഡിപ്ലോമാറ്റിക്കായാണ് ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയുക. TP രാമകൃഷ്ണൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് സ്വാഗതം ചെയ്യുന്നതിലൂടെ മറ്റൊരു സന്ദേശം കൂടി CPI നൽകുന്നുണ്ട്. അതായത് ഈ അവകാശവാദത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയില്ല എന്ന കാര്യമുണ്ട്. അതായത് ആദ്യം തന്നെ ഈ ആവശ്യം ഉന്നയിക്കുകയും അതിന്മേൽ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ പിണറായി വിജയന്റെ പ്രതികരണം വന്നു. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടാകുന്നത് CPIM MLA ആയിരിക്കും എന്ന പ്രതികരണം വന്നു. പിന്നാലെ പിണറായി വിജയനെ ലക്ഷ്യമിട്ട് ഈ കാര്യത്തിൽ, അതായത് പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നു എന്ന് വളരെ എളുപ്പത്തിൽ CPM ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് പിടികിട്ടിയിരുന്നു. അതാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹൻ ഉൾപ്പെടെ കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി രംഗത്ത് വന്നത്. പക്ഷേ ഇതിങ്ങനെ തുടരുന്നത് LDFന് എന്തായാലും ഗുണം ചെയ്യില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ആക്ട് ചെയ്യണമെങ്കിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിൽ തർക്കം ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അത്ര ഗുണം ചെയ്യില്ല. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പോലും ഇത് വാർത്താ സമ്മേളനത്തിലടക്കം മുൻപ് ആയുധമാക്കിയതുമാണ്. അപ്പോൾ അതിന്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്ന് നേതൃത്വത്തിന് അറിയാം. പക്ഷേ ഇതിലെ പ്രശ്നം ചർച്ച നടത്തി പരിഹരിക്കും എന്ന് പറയുമ്പോഴും CPIM ഏതായാലും പ്രതിപക്ഷ ഉപനേതൃ പദവി CPIക്ക് നൽകുന്നത് സംബന്ധിച്ച് അനുകൂലമായ ഒരു ധാരണ നേതൃത്വത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് CPI വഴങ്ങിയിട്ടുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും ഈ പ്രശ്നം ആത്യന്തികമായി ഫലത്തിൽ ഒരു സൊല്യൂഷനിലേക്ക് പോയിട്ടില്ല എന്ന കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതേ രൂപത്തിൽ നേതാക്കൾ പരസ്യമായി തുറന്നു പറയുന്നു, മറ്റു ചിലർ ലേഖനങ്ങൾ എഴുതുന്നു, സമൂഹ മാധ്യമങ്ങൾ വഴി പോരാകുന്നു. അങ്ങനെ അത് താഴെത്തട്ട് വരെ വ്യാപിക്കും വിധം തമ്മിലുള്ള ഒരു പോരായി അതങ്ങനെ തുടർന്ന് നിൽക്കുന്നു. അത് LDF എന്ന നിലയ്ക്ക്, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് LDFനെ പൊതുവായി ഗുണം ചെയ്യില്ല എന്ന കാര്യം നേതാക്കൾക്ക് അറിയാമെങ്കിലും ഇതിലെന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയുടെ കാര്യം ഇപ്പോൾ ഉദിച്ചിട്ടില്ല എന്നതൊരു വശത്ത് നിൽക്കുന്നു. പക്ഷേ TP രാമകൃഷ്ണൻ ഡിപ്ലോമാറ്റിക്കായി ഒരു കാര്യം പറയുമ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരുമ്പോഴും ആ ഘട്ടത്തിലും ഈ ആവശ്യത്തിന്റെ ന്യായത്തെക്കുറിച്ചുള്ള സന്ദേശം പുറത്തേക്ക് നൽകുക എന്നതാണ് ബിനോയ് വിശ്വവും ചെയ്യുന്നത്. പക്ഷേ അതിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു, പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന സന്ദേശമാണ് നേരത്തെ CN മോഹനെ പോലെയുള്ള നേതാക്കൾ നൽകിയത്. അപ്പോൾ അതിനപ്പുറത്തൊക്കെയുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന സന്ദേശം നൽകുമ്പോഴും ഫലത്തിൽ ഇപ്പോഴും ഇതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. യെസ്, അപ്പോൾ TP രാമകൃഷ്ണന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു, പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്നു, അതിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെയൊക്കെ മറുവശം എന്ന് പറയുന്നത് 2 തവണയായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകളെ തള്ളിപ്പറയുന്നു എന്നത് കൂടിയാണ്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.